ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 5-ാമത്തെ വാക്യം, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം എന്ന് പറയുന്ന അബ്രഹാം. നാം അവിടെ വായിക്കുന്നത്, ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലിന് കാരണമാകട്ടെ. കൂടാരവാതിൽക്കൽ ഇരിക്കുന്ന അബ്രാമിൻ്റെ ഭവനത്തിലേക്ക് ദൂതന്മാർ എന്ന പോലെ ദൈവസാന്നിധ്യം അവിടെ വെളിപ്പെടുകയാണ്. അവിടെ തൃത്വേക ദൈവത്തിൻ്റെ സാന്നിധ്യം തൃത്വമായി തന്നെ വെളിപ്പെട്ടു. അങ്ങനെ വെളിപ്പെട്ടപ്പോൾ അബ്രാം ചെന്ന് നിലം വരെ കുനിഞ്ഞ് അവരുടെ പാദം കഴുകി അവരെ തണലിലിരുത്തി. എന്നിട്ട് അവരോട് പറയുന്നത്, ഒരു മുറി അപ്പം ഞാൻ കൊണ്ടുവരാം എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രത്യക്ഷത മനസ്സിലാക്കുമ്പോൾ ആണ് അതേ നമ്മളും ഇതുപോലുള്ളതായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. പെട്ടെന്ന് അബ്രാം തീരുമാനമെടുത്തു. 3 ഇടങ്ങഴി മാവിൻ്റെ അപ്പമാണ്, ഒരു മുറി അടയാണ് കൊടുക്കാൻ പറഞ്ഞതെങ്കിലും 3 ഇടങ്ങഴി മാവിൻ്റെ അപ്പം, ഒരു കാളക്കുട്ടി അറുത്ത് അതിനെ കറിയാക്കി, അങ്ങനെ അപ്പവും കറിയും കൊണ്ടുവച്ചു. കൂട്ടത്തിൽ പാലും വെണ്ണയും കൊണ്ടുവച്ചു. നല്ല കോമ്പിനേഷനാണ്. ബീഫ് കറിയുടെ കൂടെ അഥവാ കാളയിറച്ചിയുടെ കൂടെ പാലും വെണ്ണയും കഴിക്കുന്നത് നല്ലതാണ്. തിരുവചനത്തിൽ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നമുക്കും അതൊക്കെ കഴിക്കാം. കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അമിതമാകരുത്, എന്നുമാകരുത്, വല്ലപ്പോഴും. അങ്ങനെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടു. ആ ഭവനത്തിൽ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു. കർത്താവ് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് അതവിടെ വെളിപ്പെടും. നിനക്കൊരു മകൻ ജനിക്കും എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞവർ പോയി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അങ്ങനെയെങ്കിൽ ക്ഷീണിക്കാതെ മടുത്തു പോകാതെ അബ്രാഹാമിനെ പോലെ ദൈവസന്നിധി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ നിങ്ങളുടെ ഭവനത്തിലോട്ട് അല്ല, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് സ്വർഗീയ സാന്നിധ്യം വെളിപ്പെടുന്നു. ആ വെളിപ്പെടുന്ന സാന്നിധ്യം, ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ബഹുമാനിച്ച് സ്നേഹിച്ച് കരുതുന്നെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്ന വാഗ്ദാന നന്മകൾ ചെവിയിൽ കേട്ട് കണ്ണിൽ കണ്ട് പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് ഇനിയും നടത്തുവാൻ ശക്തൻ അവൻ കഴിയും. അവനത് കഴിയുമെന്ന് വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. കൂടാരവാതിൽക്കലാണ്, കൂടാരമുണ്ട്. അബ്രാഹാമിനൊരു ഭവനമുണ്ടെന്നുള്ള കാര്യം അപ്പോൾ സത്യമാണല്ലോ. ഒരു കൂടാരമുണ്ട്. ആ ഭവനത്തിൽ അതിന് മുമ്പുള്ള വാക്യങ്ങളിലൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ദേശത്തിന് അവരെ വഹിക്കാൻ വയ്യാതെയായെന്നാണ്. അത്രയ്ക്കും സമ്പത്തുണ്ടായി. തന്നെയല്ല, ദേശക്കാരുടെ നടുവിൽ അബ്രാം ദൈവത്തിനൊരു പ്രഭുവായിരുന്നു. പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദേശനിവാസികളുടെ നടുവിൽ നല്ല സാക്ഷ്യമുള്ളവരായിരിക്കും. അവർക്ക് വഹിക്കാതെ വണ്ണമുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും ദൈവം ചൊരിഞ്ഞില്ലേ? അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുമോ? നിശ്ചയമായിട്ടും മഹത്വം കൊടുത്തുകൊണ്ട് അടുത്ത വർഷം ഈ സമയം എന്ന് പറയുന്ന ആ സമയം ദൈവത്തിൻ്റെ സമയമാണ്. ആ ദൈവസമയം വരെ കാത്തിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ വിടുതൽ ആവശ്യമായിരിക്കുന്നത് ആ വിടുതൽ കാണാൻ കഴിയും. ഒരു തലമുറയാണെങ്കിൽ തലമുറ, ഭവനമാണെങ്കിൽ ഭവനം, കടബാധകൾ മാറുന്നതാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ ഭാവി എല്ലാം ഭദ്രമായി തന്നെ അനുഗ്രഹിച്ച് കടന്നു പോകുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാൻ കഴിയട്ടെ, കേൾപ്പാൻ കഴിയട്ടെ. അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും, ഞങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ നമുക്ക് പരസ്പരം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അനുഗ്രഹം പങ്കുവയ്ക്കുന്നവരാകാം. അതിനായിട്ട് ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം എന്നും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.